السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതയാത്രയിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിന്റെ 18-ാം വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, ഓരോ വ്യക്തിയും താൻ നാളേക്കു വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന കാര്യം നമ്മെ ഉണർത്തുന്നു. ജീവിതത്തിൽ മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തിക്കുവാൻ സാധിക്കുന്ന സമയമാണ് യുവത്വം. അതിനാൽ തന്നെ യുവത്വം റബ്ബിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കഴിച്ചുകൂട്ടുവാൻ നമുക്ക് സാധിക്കണം. ബുദ്ധിശക്തിയും ചുറുചുറുക്കും കൊണ്ട് മനുഷ്യ ജീവിതം പൂത്തുല്ലസിക്കുന്ന ഈ ഘട്ടത്തെ നാം അശ്രദ്ധമായി കഴിച്ചുകൂട്ടരുത്. സമൂഹത്തിന് നന്മകളും ജീവിക്കുന്ന രാജ്യത്തിന് കരുത്തും പകരുന്നതിൽ യുവാക്കൾ നിതാന്ത ജാഗ്രത പുലർത്തണം. റബ്ബിലുള്ള അടിപതറാത്ത വിശ്വാസത്തിൽ കാരിരുമ്പിന്റെ നെഞ്ചൂക്കോടെ ഉറച്ചു നിന്ന യുവാക്കളെ അള്ളാഹു പ്രശംസിച്ചത് ഇപ്രകാരമാണ്: ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർ, നാം അവർക്ക് സന്മാർഗബോധം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്താൽ അവരുടെ ചിന്തക്ക് ഉണർവും മനസ്സിന് ആശ്വാസവും ലഭിക്കുന്ന സംതൃപ്ത ജീവിതത്തിലേക്ക് അവർക്ക് എത്തിപ്പെടുവാൻ സാധിച്ചു. ഉത്തരവാദിത്ത ബോധമുള്ള ചെറുപ്പക്കാരൻ റബ്ബ് നൽകിയ യുവത്വമെന്ന അനുഗ്രഹം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. കാരണം യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യം നാളെ പരലോകത്തവൻ നേരിടേണ്ടി വരുമെന്ന ചിന്തയാണ് അവനെ അതിന് പ്രേരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലും അനാവശ്യമായ കാര്യങ്ങളിലും നാം സമയം ചെലവഴിച്ച് നാശത്തിലേക്ക് എത്തിച്ചേരുവാൻ പാടില്ല. ദുനിയാവിലോ പരലോകത്തോ ഗുണം ലഭിക്കാത്ത കാര്യങ്ങളിൽ ഒരാൾ വ്യാപൃതനാവുന്നത് എനിക്ക് വെറുപ്പാണെന്ന് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമുക്കിണങ്ങുന്ന ജോലികൾ കണ്ടെത്തി അതിൽ മികവുറ്റ രീതിയിൽ മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കണം. അലസതയും പരാശ്രയവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കച്ചവടത്തിന് പ്രോത്സാഹിപ്പിക്കുകയും അതിൽ ബറക്കത്ത് ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ മുന്നിൽ നടന്നവരുടെയും മുമ്പേ മറഞ്ഞവരുടെയും അനുഭവങ്ങളിൽ നിന്നും നാം പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ ശ്രമിക്കണം. യുവത്വം ക്രിയാത്മകമായി ഉപയോഗിക്കാതെ വിലപിക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ജ്ഞാനവിജ്ഞാനങ്ങളുടെ വഴികളിൽ ധന്യത കൈവരിക്കാൻ യുവാക്കൾ തയ്യാറാവണമെന്ന് ഈ രാജ്യത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജീവിത വിശുദ്ധി കൈവരിക്കുവാൻ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ജീവിത വിശുദ്ധി കൈവരിക്കാൻ റബ്ബിനോട് തേടിയാൽ റബ്ബവന് വിശുദ്ധി നൽകുന്നതാണ്. വൈവാഹിക ജീവിതത്തിലൂടെ വിശുദ്ധി കൈവരിക്കണം. ഓ യുവ സമൂഹമേ, നിങ്ങൾ വിവാഹം കഴിക്കുവാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ വിവാഹം കഴിക്കണേ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതവന്റെ കണ്ണുകളെയും സ്വകാര്യ അവയവങ്ങളെയും സംരക്ഷിക്കുന്നതാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യുവാക്കൾ വെല്ലുവിളികൾ ഏറ്റെടുക്കണം. കുടുംബത്തിന് താങ്ങും തണലുമാകണം. നാളെയുടെ പ്രതീക്ഷകളാവണം. തലമുറകളിലേക്ക് നന്മകൾ വിതറുവാൻ അവർക്ക് സാധിക്കണം. സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രികളിൽ തിന്മകളുടെ സഹയാത്രികരായി ജീവിതത്തെ കരിച്ചു കളയുന്ന അധമന്മാരിൽ യുവാക്കൾ അകപ്പെടാൻ പാടില്ല. നമ്മുടെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്, റബ്ബിന്റെ അനുഗ്രഹമാണ്. അതിനെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യമുണ്ടാകുമെന്ന ബോധം എല്ലാ ഘട്ടങ്ങളിലും യുവാക്കളുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമ്മുടെ ഹൃദയഭിത്തികളിൽ കൊത്തിവെക്കേണ്ട വചനമാണ്. അവിടെന്ന് പറഞ്ഞു: യഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ളതിൽ നീ ബദ്ധശ്രദ്ധനാകണം. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് നീ സഹായം തേടണം. വലാ തഅജിസ്, നീ ഒരിക്കലും അശക്തനായി പോവാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവപ്പെട്ട കനപ്പെട്ട ഉപദേശമാണ് സമൂഹത്തിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രത്തിനുമൊക്കെ ബാധ്യതയാകുന്ന ഭാരമാകുന്ന ആളുകളായി യുവാക്കൾ മാറിത്തീരാൻ പാടില്ല. നേരെ മറിച്ച് കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന നല്ല യുവാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.